കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വന്ദനം. തുടർന്നുള്ള അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Matthew's Gospel, chapter 5, verses 17 through to verse 20. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ വളരെ ഡിറക്റ്റായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. സ്തോത്രം. അപ്പോൾ പുരുഷാരം ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിസ്മയിക്കുവാൻ, അമേസ് ആകുവാൻ ഉള്ളതാകുന്ന കാരണം നാം അവിടെ വായിക്കുന്നു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, പിന്നെയോ അധികാരം ഉള്ളവനായിട്ടത്രേ. അപ്പോൾ യേശു കർത്താവിൻ്റെ അധികാരം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അവർ ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവർ വിസ്മയിച്ചത്. They were amazed when Jesus finished teaching about the kingdom. They all amazed. The reason for amazement is this, that he spoke with authority. And what was the authority of Christ? The authority of Christ is there in these chapters for us to see. Number one, he knew who would enter the kingdom of heaven. There are many other things in the passage that prove the authority of Jesus, but more than anything else, we see the authority of Christ in the first person. I say unto thee. നിങ്ങളുടെ പൂർവന്മാരോട് അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. The final authority, the final court of appeal. Beyond that, there is no judge or jury. അപ്പോൾ അതാണ് യേശുവിൻ്റെ അധികാരം. യേശുവിന് പറയാൻ കഴിയും, ആര് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, ആര് പ്രവേശിക്കുകയില്ല. ഓക്കെ. അപ്പോൾ ജീസസ് proved his authority when he said, I say unto you, I say unto you, you shall or you shall not enter the kingdom of heaven. He knew it
And he said so. He said, "It is not all who call me Lord, Lord shall enter the kingdom of heaven, but he who does the will of my Father." So this is the authority of Jesus that we see in these chapters, which is famously called as the Sermon on the Mount, Matthew chapter 5, 6, and 7. So people, the crowd, they were amazed, because it was not like the scribes and Pharisees who had such a delegated authority, because they used to say, "Thus saith the Lord," or "the scriptures say so." But Jesus said, "I say unto you." Okay? പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞത്, യഹോവ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാ പറഞ്ഞത്. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല, ഞാനോ നിങ്ങളോട് പറയുന്നത്. No wonder the crowd recognized the authority and the power of Jesus in his words, in his teaching. Okay, now, so യേശു കർത്താവിന് ഈ അതോറിറ്റി, യേശുവിനെ കേട്ടവർ അത് തിരിച്ചറിഞ്ഞെങ്കിൽ, if the first audience recognized the authority of Jesus, we too should know the authority of Jesus, and also we should make sure what Jesus teaches here is true of my life too. Because അതിന് കാരണം, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, യേശു പറയുന്ന ആ കാര്യം, യേശുവിൻ്റെ അതോറിറ്റിയെക്കുറിച്ച് നമുക്ക് സംശയമില്ല. ഞാൻ അതിനാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞത്. അധികാരമുള്ളവനായിട്ടാണ് യേശു പറഞ്ഞത്. അത് ആ ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ വിസ്മയിച്ചു. കാരണം അവരതുവരെ കേട്ടതുപോലെയുള്ള ടീച്ചിങ് അല്ല ഇപ്പോൾ അവർ കേൾക്കുന്നത്. കാരണം കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാൻ പറയുന്നു ഇന്നവർ സ്വർഗരാജ്യത്തിൽ പോകും, ഇന്നവർ പോവുകയില്ല. ആ അതോറിറ്റി കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ യേശു പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. Now, before we go into the exposition of the word, let me ask you a question. You don't have to raise your hands, but you have to ask yourselves whether I have the real assurance. Jesus says, look at that verse. Verse 20, Matthew chapter 5 and verse 20. "For I tell you, unless your righteousness exceeds that of the scribes and the Pharisees, you will never enter the kingdom of heaven." Such a powerful words. യേശു പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Now ask yourselves. Jesus says, unless your righteousness exceeds that of the scribes and the Pharisees, you will never enter the kingdom of heaven. Now ask ourselves a question. If this is what secures my entry into the kingdom of heaven, will I enter the kingdom of heaven? നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കണേ, യേശുവിൻ്റെ വാക്കുകളാണ്.
ആരുടെയല്ല, മറ്റാരുടെയല്ല. കാരണം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാളും അതോറിറ്റിയിലാണ് യേശു പറഞ്ഞത്. പ്രവാചകന്മാരെല്ലാം ദസ് സേയത്ത് ദ ലോർഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നേ പറയുന്നുള്ളൂ. യേശു പറഞ്ഞത് ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് the words of the prophets and the words of Jesus are on equal footing, no doubt about it. All are God's word, no doubt about it. But the authority of the prophets were delegated authority, which means they have been given an authority to speak in the name of the Lord, whereas Jesus said, I say unto you. So that is the difference. ഈ ഒരു വ്യത്യാസം അവിടെ നമ്മൾ കാണണം. യേശു പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നു. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഓക്കെ, നൗ അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു പറയുന്ന വാക്കുകളാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ. As far as I understand, the Pharisees and the scribes were so diligent in studying the law of God. In other words, the law and the prophets, it is collectively, when a Jewish scribe generally refers to the law, he means the Old Testament. That is the name. Of course, there is the law of Moses in particular, but when a Jewish teacher refers, generally he means the whole of the Old Testament. That is the meaning. So, ഇവിടെയും അതേ അർത്ഥം തന്നെയാണ്. Even in this passage, the meaning, when Jesus says the law, he means the whole of the Old Testament, the law. Okay, now, the Pharisees and scribes were so zealous, and they wanted to keep every commandment in the law of Moses so that they will have a righteous standing in God's presence. ദൈവസന്നിധാനത്തിൽ അവർക്ക് നീതീകരിക്കപ്പെടേണ്ടതിന് അവരൊരു കാര്യം ചെയ്തു. അവരെല്ലാവോളം ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ നീതിയെ അവർ കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടവരാണ്. സോ അവരങ്ങനെ താല്പര്യപ്പെട്ടപ്പോൾ അവരൊരു കാര്യം ചെയ്തു. എത്ര കമാൻഡ്മെൻറ്റ്സ് മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട്. ബിക്കോസ് ദേ വാണ്ടഡ് ടു ബി റൈച്ചസ് or as far as they can to have a righteous standing in God's presence, they calculated how many commandments are there in the law of Moses, and they have come to the conclusion the law contains 248 commandments and 365 prohibitions. അപ്പോൾ അവർ നല്ല മനസ്സോടെ ന്യായപ്രമാണത്തെ അനുസരിക്കുവാനുള്ള താല്പര്യത്തോടെ ന്യായപ്രമാണം പഠിക്കാൻ തുടങ്ങിയിട്ട് അവർ കൺക്ലൂഡ് ചെയ്തു 248 കൽപ്പനകളും 365 പ്രൊഹിബിഷൻസുമുണ്ട്. ഓക്കെ, അതായിരുന്നു അവരുടെ കൺക്ലൂഷൻ. പക്ഷെങ്കിൽ അവരിതെല്ലാം കൂടെ നോക്കിയിട്ടും, although they wanted to keep all the commandments, 248 of them, the best of the Pharisees couldn't keep even 230 commandments perfectly. ഏറ്റവും നല്ല പരീശന് പോലും 230 എണ്ണം പോലും കീപ്പ് ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, നൗ does that mean because they couldn't keep the commandments,
What does Jesus mean here? Does that mean the Christians, the disciples, have to keep at least, the Pharisees, the best of the Pharisees, could only keep 230. So if a Christian, if a disciple, keep at least 240, is that okay? Is that what Jesus meant when he said, if your righteousness do not exceed that of the Pharisees and the scribes, you will never enter the kingdom of God? Does that mean? അതാണോ അതിൻ്റെ അർത്ഥം? കാരണം അവരെക്കാളും നീതി എന്ത് ചെയ്യണം? കവിഞ്ഞാലേ പറ്റൂ. അപ്പോൾ ഏറ്റവും നല്ല പരീക്ഷന് 230 കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞത് 40 കീപ്പ് ചെയ്തില്ലേ പോലും 231 കീപ്പ് ചെയ്യണം. അതാണോ യേശു പറഞ്ഞത്? പക്ഷേ the problem is here, keeping 240 will not do. Even keeping 245 will not do. Even keeping 247.5 will not do. Still you fall short of God's standard. Okay? ഇവിടുത്തെ പ്രശ്നം എന്നാ? ഇത് 99.9% കീപ്പ് ചെയ്താലും still we are falling short. What we have to do? So the Pharisees invented something to go around this. Okay? പരീശന്മാർ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനെ ഒന്ന് സർക്കംവെൻറ്റ് ചെയ്ത് എങ്ങനെയും ഒന്ന് ക്വാളിഫൈ ചെയ്യണം. അതിന് അവരൊരു വഴി കണ്ടുപിടിച്ചു. Now, have you heard of Jesus warning his disciples, beware the leaven of the Pharisees and the scribes? Do you remember that? പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും എന്തോ സൂക്ഷിച്ചോണമെന്നാണ് യേശു പറഞ്ഞേ? പുളിച്ച മാവ്. The leaven of Pharisees and scribes. What does he mean? What did Jesus mean? It is there. Okay. ശിഷ്യന്മാരോട് പറഞ്ഞു ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചേച്ച് പറഞ്ഞു, ശേഷിച്ച കഷണം എന്ത് ചെയ്യണം? എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? ആർ യു ഓൾ വിത്ത് മീ? ഇത് ഇമ്പോർട്ടൻ്റ് ആകട്ടോ. ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. സ്വർഗരാജ്യത്തിൽ പോകുന്ന കാര്യമാണ്. അത് കേട്ടേ പറ്റൂ. അത് യേശു പറഞ്ഞതാ. ഓക്കെ. നൗ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയപ്പം യേശു പടകിൽ വെച്ച് അവരോട് പറഞ്ഞു, ഓർത്തോണേ, പരീശൻ്റെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചോണം. അപ്പോൾ ഇവർ തമ്മിൽ എന്നെ പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞേ? കമോൺ, നിങ്ങൾ വാ. അപ്പം കൊണ്ടുവരാൻ മറന്നത് കൊണ്ടായിരിക്കും. ഉടനെ യേശു പറഞ്ഞെന്നറിയാമോ? അയ്യോ ബുദ്ധിയില്ലാത്ത, നിങ്ങളോട് ഞാൻ എന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പിന്നെന്താ? പരീശൻ്റെയും ശാസ്ത്രിയുടെയും ഉപദേശത്തെക്കുറിച്ചാണ് പറഞ്ഞേ. അപ്പം there is a fault in the teachings of the Pharisees and scribes, which Jesus refers to as the leaven of the Pharisees and scribes. Okay? And what is that wrong teaching?
എന്താണ് ആ റോങ് ടീച്ചിങ്? ആ റോങ് ടീച്ചിങ് മറ്റൊന്നുമല്ല. ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. കർത്താവ് പറഞ്ഞു, യഹോവയാകുന്ന ദൈവം അരുളി ചെയ്തു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ആദ്യം പറഞ്ഞു നിന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ഈ ദ ബെസ്റ്റ് ഓഫ് ദ ഫാരിസി നോക്കിയപ്പം എൻ്റെ അയൽക്കാരൻ ആരാ? ആ ഒരു ചോദ്യമാണ് ഒരുത്തൻ ചോദിച്ചത്, ഇല്ലേ? ഹു ഈസ് മൈ നെയ്ബർ? ദ ലോർഡ് സെഡ്, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അപ്പോൾ ഈ പരീശൻ പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ടല്ലോ, ഇല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 15-ാം അധ്യായം ആണോ? എനിവേ, ഓക്കെ, അതേതു ആട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നല്ല ശമരിയക്കാരൻ്റെ ഉപമ, the parable of the good Samaritan. And the Pharisee wanted to justify himself. തന്നെ നീതീകരിക്കാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാനിതെല്ലാം എൻ്റെ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്, ഐ എം പെർഫെക്റ്റ്. ഉടനെ കർത്താവ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ ഇതെല്ലാം ചെയ്യണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അവിടെ ലൂക്കോസ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അവൻ തന്നെ ന്യായീകരിപ്പാൻ അല്ലെ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, ഹൂ ഈസ് മൈ നെയ്ബർ? സോ വെൻ ജീസസ് സെഡ്, ലവ് the Lord God, your God, and love your neighbor as yourselves, to the Pharisee, he wanted to justify himself, and he replied to Jesus, I do all these things right from my childhood. Now what do I lack? Jesus said, love your God and love your neighbor. And he wanted to justify himself, and therefore he asked, who is my neighbor? And Jesus, explaining to him who his neighbor is, said the parable of the so-called Good Samaritan. Okay, that is the context. നിന്റെ അയൽക്കാരൻ ആരാണ്? അല്ലാതെ നമ്മൾ കേൾക്കുന്ന പോലെ യെരുശലേമിൽ നിന്ന് എരിഹോലോട്ട് പോയി അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന്, അല്ലേ, പിന്നെ പട്ടിണി സ്ഥലത്തോട്ട് പോയി, പിന്നെ വഴിമത്തിയ കള്ളന്മാർ വന്നു, കള്ളൻ സാത്താനാണ്, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊന്നും അല്ല, ഒറ്റ വിഷയമാണ്, ഹൂ ഈസ് മൈ നെയ്ബർ? യേശു പറഞ്ഞു, ഞാൻ പറയാം ആരാ നിൻ്റെ നെയ്ബറെന്ന്. സ്റ്റോറി പറഞ്ഞു, മുറിവേറ്റ് കിടന്നവൻ ആരായിരുന്നു നെയ്ബർ? ആരാ നെയ്ബർ? Who was a neighbor to the wounded man? Who was? The Samaritan. And now, as far as a Jewish person is concerned, Samaritan is no neighbor of a Jewish person. In other words, because they wanted to make it appear that they keep all the commandments of God, even the commandment of loving your neighbor, they made around themselves a group of people whom they really like, and it is easy for them to love. We do that all the time. We don't want to love the unlovable. We don't want to have anything to do with somebody who is not very kind to us. So what do? We want to somehow, quiet our conscience, and therefore we make
few neighbors around us whom we like and we love them. And we feel we love. This is the attitude. പലപ്പോഴും ഇത് തന്നെയാണ് എല്ലാവരുടെയും മനോഭാവം. യേശു പറഞ്ഞു നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. പക്ഷെ നോക്കിയപ്പം അങ്ങനെ എല്ലാവരെയും ഒന്നും സ്നേഹിക്കാനൊന്നും പറ്റുകയില്ല. പിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന കുറേ പേരെ ഞാൻ എൻ്റെ ചുറ്റിനും കൂട്ടിയാൽ അവരെ സ്നേഹിക്കാമല്ലോ. So, we all fall short. So Jesus taught in that parable of Good Samaritan, nobody keeps the law. So what they do, അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുകയാണ്. ഈ യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് പാസേജ് ഇൻ 10 more minutes. 2 things. So Jesus is talking about the righteousness of a disciple, and he said, if your righteousness, my disciples, he speaks directly in the first person, but whereas in the Beatitude it was in third person. Blessed are the poor in the spirit, third person. But here it is first person. First person. See, അതായത് നിങ്ങളുടെ നീതി, യുവർ റൈച്ചസ്നെസ്, നിങ്ങളുടെ, ശിഷ്യന്മാരോട് നേരിട്ട് ചൂണ്ടി പറയുക, നിങ്ങളുടെ നീതി. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗം. അപ്പോൾ എ ക്രിസ്ത്യൻ, എ ഡിസൈപ്പിൾ ought to have a righteousness which exceeds the righteousness of the Pharisees and the scribes. If he doesn't have that, he will not enter the kingdom of heaven. It is as plain as that. Oh. പരീശന്മാരെന്താ ചെയ്തത്? പരീശന്മാർ നോക്കിയപ്പം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ പറ്റുകയില്ല. കാരണം ബി ഹോളി ആസ് ദ ലോർഡ് യുവർ ഗോഡ് ഐ എം ഹോളി. ദാറ്റ് ഈസ് വാട്ട് വി റീഡ് ഇൻ Leviticus chapter 17. Okay, I hope it is 16. Okay, anyway. So, be holy. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ആ പരീശന്മാർ നോക്കിയപ്പോൾ അതേതായാലും നടക്കുകയില്ല. പിന്നെ കുറഞ്ഞ പക്ഷം നടക്കുന്ന കാര്യങ്ങളേലും ചെയ്യാം. ഓക്കെ, അത് നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് മീ. പിന്നെ എനിക്ക് പറ്റുന്ന കാര്യം ഞാനങ്ങ് ചെയ്യാം. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചില ബിഹേവിയറിൻ്റെ അതിനെ ന്യായീകരിക്കാനായിട്ട് ജീവനോടിരിക്കുന്നവരോടോ അല്ലെ മരിച്ചുപോയവരോടോ ആരോടെങ്കിലും ഇത് സാമ്യം തോന്നുന്നെങ്കിൽ അൺഇൻറ്റൻഷനിലാണ്. ആദ്യമേ ആ റൈഡർ പറയട്ടെ. ചോദിക്കുന്നുണ്ടെ പറയും, ഞാൻ അത്ര ആത്മീയനൊന്നും അല്ല. കേട്ടിട്ടുണ്ടോ ഇത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര ആത്മീയനൊന്നുമല്ല. പിന്നെ എനിക്ക് പറ്റുന്ന പോലൊക്കെ ജീവിച്ച് ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോമോ, നിത്യതയിൽ പോമോ? അതാ ക്വസ്റ്റ്യൻ. ചോദ്യം അതാ. നിത്യതയിൽ പോമോ എന്നുള്ളതാ ചോദ്യം. അപ്പം എന്നെ പോലെ എനിക്ക് എല്ലാം പറ്റുകയില്ല. പിന്നെന്ത് ചെയ്യാം? പറ്റുന്നതൊക്കെ ചെയ്തേക്കാം. പരീശന്മാരും ശാസ്ത്രിമാരും ഇതാ ചെയ്തത്. അല്ലാതെ അവർ വലിയ കുഴപ്പമൊന്നും ചെയ്തില്ല. നമ്മളെപ്പോലെ മാത്രമേ അവർ ചെയ്തുള്ളൂ. നമ്മൾ പറയും, ഓ പരീശൻ. ഇല്ലേ? We do the same thing. We do the same thing. അതുകൊണ്ടാണ്
എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം. മീശ പഠിക്കണമെങ്കിൽ ഞാൻ മീശ പഠിക്കും. പിന്നെ നല്ല ഡ്രസ്സ് യോഗ്യമായതിടണം, ഇട്ടോളാം. യോഗ്യമായതിടണേ കേട്ടോ, യോഗ്യമായതിടണേ. യോഗ്യമായ ഡ്രസ്സ് ഇടണം. പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ പിക്നിക്കിന് പോലെ വരരുത്. ഇനിയിപ്പോൾ സമ്മറാകാൻ പോവാം, പിക്നിക്കിന് പോകുന്ന പോലെ ഇവിടെ വരരുത്. പിന്നെ പിക്നിക്കിന് വിട്ടുകൊണ്ട് പോക്കോ, ഞങ്ങളാരും അവിടെ കാണാനില്ല. ഇറ്റ്സ് ഫൈൻ, ഇറ്റ് ഈസ് അപ് ടു യു. ഓക്കെ, നാ അതങ്ങ് സന്ദർഭത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളേ, ക്ഷമിക്കണേ. ഓക്കെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്നറിയാം, നമുക്ക് അതൊക്കുകയില്ല, പിന്നെ ഒക്കുന്നതേലും ചെയ്യാം. അതിനുവേണ്ടി എന്തിനേറെ വെള്ളം ഇടണേ, വെള്ളം ഇടാം, അല്ല വെള്ള മാസ്ക് വെക്കണേ, അതുവരെ ഞാനിടും. യു പ്ലീസ്, വെള്ളം ഇന്നിട്ടുകൊണ്ട് വന്നവരാരും, ഞാനിന്ന് ഇച്ചിരി ഒരു കളർ ഷർട്ടായിട്ടേക്കുന്നത്, അതുകൊണ്ടാണെന്ന് ചിന്തിക്കില്ല. നോ, ഐ ലൈക്ക് ദാറ്റ് കളർ. എല്ലാവരും ആ വൈറ്റ് ഇട്ടുകൊണ്ട് വന്നാൽ ഒന്നുകൂടെ മനോഹരമായിരിക്കും, ഇച്ചിരൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാൽ എൻ്റെ ഒരു ചിന്ത. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം, അതിൽ കൂടുതലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ പലപ്പോഴും എന്നാ ചെയ്യുന്നതെന്നറിയാം, എനിക്ക് ചില സഭകളിലുണ്ടെന്നേ, എന്നിട്ട് ഞാൻ കേട്ടു പാസ്റ്റർ ഇറങ്ങി ഇതിലെ നടന്ന് പുറകിൽ നിന്നെല്ലാം നോക്കും, ആരുടെയും കറുത്ത ക്ലിപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് വരെ നോക്കുമെന്ന് ഒരിടത്ത്. എന്താ ഇതെനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെയൊക്കെ മനോഭാവം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനോളം എനിക്ക് എത്താൻ പറ്റുകയില്ല, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഇതിൻ്റെ പേരാണ് ലീഗലിസം. ഓക്കെ, ഐ cannot live up to the standard God sets, because that standard is as high as heaven. I cannot reach up to that. Therefore, let me try my best to do what I can, which is called legalism. In other words, ഈ ലീഗലിസത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ലീഗലിസത്തിൻ്റെ വലിയ പ്രശ്നം, ഞാൻ കറക്റ്റായിരിക്കുന്നിടത്ത് വേറൊരുത്തൻ റോങ് ആണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കറക്റ്റാ, എവിടെ കറക്റ്റാ? ഞാൻ പല കാര്യങ്ങളിലും കറക്റ്റാ, എല്ലാത്തിലും അല്ല. പക്ഷെ ഞാൻ കറക്റ്റായിരിക്കുന്നിടത്ത് ജെറിൻ കറക്റ്റല്ലേ, എനിക്ക് ഭയങ്കര ധാർമ്മിക രോഷമാണ്. ഇതിൻ്റെ പേരാണ് പരീശത്വം. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണങ്ങൾ വേണോ? വേണ്ട, ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പേരാണ് ലീഗലിസം. So, whenever you have a low view of God's law, you become legalist. Okay? So, what did Pharisees do? അവരെന്നാ ചെയ്തത്? കർത്താവ് പറഞ്ഞു, 17-ാം വാക്യം, verse 17, പെട്ടെന്ന് വായിച്ചു, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. യേശു പറഞ്ഞു, ഞാൻ നീക്കാനല്ല വന്നത്, നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. ഓർക്കുന്നോ? സുവിശേഷം ആരംഭിക്കുന്ന, മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നതിന് ഇങ്ങനെ, കാലം തികഞ്ഞു, ഫുൾഫിൽഡ് അല്ലേ? ഫുൾഫിൽഡ്. മാത്യു പറയുന്നതെന്നറിയാമോ? ആ തിരുവഴുത്ത് നിവൃത്തിയായി. അപ്പൊ യേശു പറയുക, ഞാൻ ന്യായപ്രമാണവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓൾഡ് ടെസ്റ്റ്മെന്റ്. യേശു പറഞ്ഞു, ഞാൻ അതിനെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനാണ്. യേശു എങ്ങനെയാണ് നിവർത്തിച്ചതെന്നറിയാം? ഹൗ ഡിഡ് ജീസസ് fulfill the law and the prophets? Because there are predictive things in the law and the prophets. പ്രവചനികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം യേശു നിവർത്തിച്ചു. യേശു എങ്ങനെ ജനിക്കുമെന്ന് പറഞ്ഞു, എവിടെ ജനിക്കുമെന്ന്. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ ഗോത്രങ്ങളിൽ
ചെറുതാണെങ്കിലും എൻ്റെ ജനത്തെ നയിക്കുന്നവൻ അവിടെ നിന്ന് വരും. അവൻ്റെ ഉത്ഭവം എപ്പോഴേ ഉള്ളതാ? പണ്ടേ ഉള്ളതാ. അവൻ പക്ഷേ അവിടെ ജനിക്കുന്ന എവിടാന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, അല്ലേ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം. സോ ഓൾ ദ predictive prophecies of Messiah has been fulfilled in Jesus' first coming. So he fulfilled that. Secondly, number one, the predictive things, the prophecies of the law and prophets, that Jesus fulfilled it. Secondly, the life of Jesus. The life of Jesus. All the moral laws of the Old Testament, Jesus perfectly fulfilled it. ക്രിസ്തുവിൻ്റെ ജനനം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും നിവൃത്തിയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മിക ഉപദേശങ്ങളെ പരിപൂർണമായി യേശു നിവർത്തിച്ചു. എന്നിട്ട് ചോദിച്ചു, Who among you shall remind me of my sins? നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ആർക്കും വരുത്താൻ പറ്റിയില്ല കേട്ടോ. So he fulfilled it perfectly. Then his death was the fulfillment of the prophecy of the old. His resurrection, his session, and even his coming back everything is written down. കർത്താവിൻ്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനങ്ങൾ, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലതുഭാഗത്തെ അവിടുത്തെ നമുക്ക് വേണ്ടിയുള്ള എല്ലാം പഴയ നിയമത്തിൻ്റെ നിവൃത്തി. മോറൽ ടീച്ചിങ്സ് എല്ലാം നിവൃത്തി. എന്നിട്ട് യേശു പറഞ്ഞു, ഇത് വേഴ്സ് 18, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വഴിയെങ്കിലും. Okay, so there are many, or at least few of the things that has to be fulfilled when the kingdom comes. Okay, അതാണ് യേശു പറഞ്ഞത്. ആകാശവും ഭൂമിയും എന്നാ ഒഴിഞ്ഞു പോകുന്നേ? When shall the heaven and the earth will pass? There will come a day, a king shall reign in righteousness. Okay, ഒരു രാജാവ് നീതിയോടെ വാഴുന്ന, അവിടുത്തെ രാജ്യം സ്ഥാപിക്കുന്ന ഒരു ദിവസം വരും. പിന്നെ അന്ന് പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ന്യായപ്രമാണത്തിൻ്റെ അതുവരെ എന്തോ ഉണ്ട്, ഗോഡ്സ് ലോ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പെർമനൻറ്റ് അൺടിൽ ദ ലോർഡ് ജീസസ് കംസ് ബാക്ക്. ഓക്കെ, നൗ എന്നിട്ട് പറയുക, അത് നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. എന്നിട്ട് പറയാം, ആകയാൽ. അപ്പൊ ഇവിടെയാണ് അതിൻ്റെ ക്യാച്ച്. ഈ ന്യായപ്രമാണത്തിൻ്റെ, ഇഫ് യു ഡു നോട്ട് ഹാവ് എ ഹൈ വ്യൂ ഓഫ് ഗോഡ്സ് ലോ, യു വാണ്ട് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ to certain do's and don'ts which you are able to somehow you are able to keep. അതാണ് യേശു പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ വള്ളി എന്നിട്ട് അടുത്ത വാക്യം, 19-ാം വാക്യം, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും. ഇത് അഴിക്കുക, ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും. മനസ്സിലായോ? ഇതാ പരീശന്മാർ ചെയ്തതാ. നിങ്ങൾ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കണമെന്ന് പറഞ്ഞു, അത് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് അതിലേക്ക് നയിക്കുന്ന പലത് അഴിച്ചേച്ച് പറ്റുന്ന രീതിയിൽ അവരെ മോഡിഫൈ ചെയ്തെടുത്തു. ഓക്കെ, മോഡിഫൈ ചെയ്തെടുത്തു. അതാ യേശു പറഞ്ഞത്, ആ പരിപാടി നടക്കുകയില്ല, അങ്ങനെ പറ്റുകയില്ല. പിന്നെയോ പെർഫെക്ഷനാണ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഓ, ഇതെങ്ങനെ നടക്കും? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശുവിൻ്റെ വാക്കുകൾ.
നമ്മൾ ഒരു വാക്യം വായിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കാം. യേശുവിൻ്റെ വാക്കുകളുടെ, എനിക്കറിയാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനതായിട്ടുണ്ട്, പക്ഷേ സമയമില്ല, നമ്മൾ പെട്ടെന്ന് അത് കട്ട് ഷോട്ട് ചെയ്യാം. യേശു പറഞ്ഞ ഒരു കാര്യം, ജോൺ ചാപ്റ്റർ 15, abide in me, abide in me, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെ നിങ്ങൾ എന്നിൽ വസിക്കുകയും, അപ്പോൾ കർത്താവ് എന്താ നമുക്ക് വേണ്ടി ചെയ്തത്? ന്യായപ്രമാണത്തിൻ്റെ സകല നീതിയും നിവർത്തിച്ചേച്ച് ഫ്രീലി എനിക്ക് തരിക, നിങ്ങൾക്ക് തരിക. ഓക്കെ, അതിൻ്റെ പേരാ ജസ്റ്റിഫിക്കേഷൻ. സോ വെൻ ജീസസ് ഫുൾഫിൽഡ് all the righteousness of the law perfectly, he died on the cross, and when I trust in him, the Lord justifies me. In other words, Father imparts all the righteousness of Christ to me freely because of his grace. Because I realize, just as Paul, oh, how wretched man I am, who shall deliver me from this body of death? I cry out to God, I cannot, Lord. ഞാൻ ദൈവത്തോട് പറയാ, കർത്താവേ, ഞാൻ എത്ര അരിഷ്ട മനുഷ്യനാ, ഈ മരണത്തിന് അധീനമാകുന്ന ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? കർത്താവ് പറഞ്ഞു, ഡോണ്ട് വറി. നമ്മുടെ കർത്താവായ റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 25, താങ്ക്സ് ബി അൺടു ഗോഡ് ഹു ഗിവ്സ് us victory through our Lord Jesus Christ. അല്ലേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Why? Jesus' righteousness was imparted to me freely on the cross. I've been justified. Now the moral law remains. The moral law cannot be altered. It cannot be annulled. It will remain there until the Lord comes back. So what shall I do? If my justification began with the cross of Christ, my sanctification also continues because of Jesus Christ. Praise God for that. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണ നിമിത്തം എൻ്റെ നീതീകരണം നടന്നെങ്കിൽ എൻ്റെ വിശുദ്ധീകരണവും യേശു മുഖാന്തരം നടക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെ വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ ഫലം കായ്ക്കും. ഇനി ഫലം കായ്ക്കുമെന്ന് മാത്രമല്ല, ഫലം കായ്ക്കാനുള്ള താല്പര്യം നിമിത്തം ഒരു ശിഷ്യൻ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കും. ഒന്ന് വായിച്ചേ, 15:7-8 യോഹന്നാന്റെ സുവിശേഷം, അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഈ വാക്യമൊക്കെ നമ്മുടെ പെന്തക്കോസ്തുകാർ ഭയങ്കര മിടുക്കന്മാരാണ്. ഈ വാക്യമൊക്കെ എടുത്ത് എങ്ങനെ വേണേ അവര് വ്യാഖ്യാനിക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, അതങ്ങ് വിടുമേ, സൗകര്യപൂർവ്വം അതങ്ങ് വിടും. വിട്ടേച്ച് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും. അയ്യോ, അത് വാക്യമല്ലേ, എന്നോ വേണേ അപേക്ഷിച്ചോ, എന്തോ വേണോ, ഇപ്പം എന്തോ വേണം അപേക്ഷിച്ചോ, തരുമെന്നല്ലേ? അങ്ങനല്ല. പിന്നെന്താ പറഞ്ഞേ? നമ്പർ 1, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. എങ്ങനാ? കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ. അപ്പം മുന്തിരിവള്ളിയുടെ ആ സാപ്പാണ് ഇതിലെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് വിഭിന്നമായിട്ട് കൊമ്പ് പറയുക, എനിക്കിനി നാളെ മുതൽ മുന്തിരി വേണ്ട, ചക്ക മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കുകയില്ല. നോ, മുന്തിരിയാണ് വേണ്ടത്. അപ്പം അങ്ങനെയെങ്കിൽ അപ്പോൾ നിങ്ങൾ, ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് മൈ വേർഡ്സ് അബൈഡ് ഇൻ യു, ആസ്ക് വാട്ട് എവർ യു ആസ്ക്. വാട്ട് ഐ ആം ആസ്കിങ്, ലോർഡ്, ഓ വാട്ട് എവർ യു വിഷ്. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് എവർ ഐ വിഷ്.
when the words abide in me and I abide in Christ, I will ask, what is there in the word? What is there in the word? The greatest cry, make me like Jesus. കാരണം the greatest purpose of God the Father is to make you like Jesus. So ഇവിടെ എൻ്റെയും ദൈവത്തിൻ്റെയും ഹിതം ഒന്നാകുക. അപ്പം ഞാനെന്ത് ചെയ്യുക? ലോർഡ് മേക്ക് മീ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ ഇനി അടുത്തൂടെ വായിച്ചു, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എൻ്റെ പിതാവ് മഹത്വപ്പെടുമെന്ന് നമ്മളാന്നോ? അല്ല. There goes a child of God. How graceful he is. How humble that person is. How merciful that person is. What the world will say. He is a Christian. The Father will be glorified. So, how do we exceed the righteousness of Pharisees and the scribes? Only one way. Abide in Christ, and his words abides in you. And ask, ഇച്ഛിക്കുന്നത് അപേക്ഷി, കർത്താവേ എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല, ഹെൽപ്പ് മീ ലോർഡ്. കർത്താവ് ചെയ്യും. നിത്യതയെ പോകാനുള്ള ഏക വഴി ഇതേ ഉള്ളൂ. നീതീകരിക്കപ്പെട്ടോ? നീതീകരിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ നീതിയാലാണ്. ക്രിസ്തുവിൻ്റെ നീതിയാൽ വിശുദ്ധീകരിക്കപ്പെടും, ഫലം കാണാൻ തുടങ്ങും. That is the sure. Don't you, choir members, ദയവായി മുൻപോട്ട് കടന്നു വരാം. Don't you all want to go enter the kingdom of heaven? There is only one way, Christ. Only Christ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. choir members കടന്നു വരുന്ന സമയം കൊണ്ട് കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.